പുരുഷന്മാരിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ, ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ടോ, ശീഘ്രസ്ഖലനം, ധാരണക്കുറവ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് യാതൊരു ബ്ലഡ് ടെസ്റ്റും ഇല്ലാതെ നമുക്ക് ഇവരുടെ സെക്ഷൽ എത്രത്തോളം ഇവർക്ക് പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ പലപ്പോഴും ഇതുകൊണ്ട് മാത്രം നമുക്ക് ഇതെല്ലാം നോർമലാണ്, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കും എന്നുള്ളതല്ല ഞാൻ പറയാൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ, അറ്റ്ലീസ്റ്റ് ഒരു GP കണ്ടെങ്കിലും, ഞാനിത് ഇവിടുത്തെ നാട്ടിലെ കാര്യമല്ല പറയുന്നത്, വിദേശത്തുള്ളവരുടെ കാര്യമാണ്. അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണറിനെ കണ്ട് നിങ്ങളുടെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകളിൽ നോക്കേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് AMH. നേരത്തെ നമ്മൾ AMHൻ്റെ ഇമ്പോർട്ടൻസ് ഈ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. AMH അത് എത്രത്തോളം ഓവറിയിൽ ഫോളിക്കിൾസ് ഉണ്ട്, നമ്മുടെ റിസർവ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ AMH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയിഡ് ആൻഡ് പ്രൊലാക്റ്റിൻ നോക്കുന്നത്, ഈ തൈറോയിഡും പ്രൊലാക്റ്റിനും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ അണ്ടോൽപാദനത്തിനെയും നമ്മുടെ യൂട്രസിൻ്റെ ആവരണത്തിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, AMH. പിന്നെ പറ്റുമെങ്കിൽ ഒരു ട്രാൻസ്വജനൽ സ്കാൻ. ഈ സ്കാനിൽ നമുക്കറിയാൻ പറ്റും യൂട്രസിൻ്റെ ഘടനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഓവറിയിൽ ആവശ്യത്തിന് അണ്ടങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. പുരുഷന്മാരിൽ നമ്മളൊരു സെമൻ അനാലിസിസ് അതിൻ്റെ മോർഫോളജി നന്നായിട്ട് നോക്കുന്ന ഏറ്റവും നല്ലൊരു ലാബിൽ തന്നെ ഇത് നോക്കാൻ കഴിയണം. ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞാൽ, ഇതിൻ്റെ റിപ്പോർട്ട്സ് അറിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഇതെല്ലാം നോക്കി ഇതൊരു ഫസ്റ്റ് പ്രൈമറി ഘട്ടമാണ്. ഇതെല്ലാം നോക്കി എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു, നിങ്ങൾ ആക്റ്റീവായിട്ട് ട്രൈ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂബിനെ കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണേണ്ടി വരും. അതേ ട്യൂബിനെ കുറിച്ച് പഠിക്കണം. നമുക്ക് മറ്റുള്ള അണ്ടോൽപാദനവും ആവരണത്തിൻ്റെ സിങ്ക്രണൈസേഷൻ എന്ന് പറയും, അതായത് അണ്ടം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ ആവരണത്തിൻ്റെ കട്ടി എങ്ങനെയുണ്ട്, ഇതെല്ലാം നോക്കാൻ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണേണ്ടി വരും. പക്ഷെ ഒരു പ്രൈമറി ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് നിങ്ങളുടെ സെക്ഷൽ ലൈഫും നിങ്ങളുടെ പീരിയഡ്സിനെ ഒരു ഏകദേശം ഒരു ഐഡിയയും പിന്നെ നിങ്ങൾ ബന്ധപ്പെടുന്നതിൻ്റെ ഒരു ഇതും വെച്ച് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇതിനേക്കാളെല്ലാം പ്രാധാന്യമുള്ളത് സ്ത്രീയുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ മൈഗ്രേറ്റ് ചെയ്യുന്ന കപ്പിൾസിന് അവർക്കത് അവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഒരു പരിധി വരെയെങ്കിലും അവർക്ക് അവരുടെ വന്ധ്യതയ്ക്ക് എത്രത്തോളം അവർക്ക് പ്രഗ്നൻസി ലഭിക്കാനുണ്ട് എന്നുള്ള ചാൻസ് നമുക്ക് അറിയാൻ പറ്റും. താങ്ക് യു.